ബനു ഇസ്രായേലിൻ്റെ അനുഗ്രഹീതവും ഉത്കൃഷ്ടവുമായ കുടുംബമാണ് ഇമ്രാൻ കുടുംബം. ഇമ്രാൻ്റെ കുടുംബം ഉത്ഭവിച്ചത് ബനു ഇസ്രായേലിൽ നിന്നാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണ് ഇസ്രായേൽ സന്തതികൾ എന്നറിയപ്പെടുന്നത്. ഈ പരമ്പരയിൽ വന്ന ഭൂലോക ചക്രവർത്തിയും പ്രവാചക വാര്യരിൽ ശ്രേഷ്ഠനുമായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് ഇമ്രാൻ എന്നിവർ ജനിച്ചത്. ഫാക്കൂദിൻ്റെ മകൾ ഹന്നത്ത് ബീവിയാണ് ഇമ്രാൻ എന്നവരുടെ ഭാര്യ. ഇമ്രാൻ, ഹന്നത്ത് എന്നിവർക്ക് ജനിച്ച പുത്രിയാണ് മറിയം ബീവി. മറിയം ബീവിയുടെ ജനനം തന്നെ അവിചാരിതമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള സൗഭാഗ്യം സാക്ഷാത്കൃതമാവാതെ ഈ ദമ്പതികൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു. ഒരു കുഞ്ഞ് ജനിക്കാത്തതിൽ അതീവ ദുഃഖിതരായിരുന്നു ഹന്നത്ത് ബീവി. ഒരു ദിവസം അവർ ഒരു മരത്തണലിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നത് അവർ കണ്ടു. ഈ കാഴ്ച അവരുടെ മനസ്സിൽ ഒരു വല്ലാത്ത വൈകാരികതയുണ്ടാക്കി. ഒരു കുഞ്ഞിക്കാല കാണാനുള്ള അവാച്യമായ ആഗ്രഹം അവരുടെ മനസ്സിൽ മുളപ്പൊട്ടി. അതിനായി സർവശക്തനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും വൃദ്ധയായ അവർ ഗർഭിണിയാവുകയും ചെയ്തു. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മഹദിക്ക് ബോധ്യപ്പെട്ടപ്പോഴേക്കും തൻ്റെ പ്രിയാവ് മരണത്തിന് കീഴടങ്ങിയിരുന്നു. പിറക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിൽ പള്ളിയിൽ പരിപാലനത്തിനായി മഹദി നേർച്ചയാക്കി. ആൺകുട്ടികളെ പള്ളി പരിപാലനത്തിനായി നേർച്ചയാക്കുന്ന പതിവ് ഇസ്രായേലിയർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ മഹദി പ്രസവിച്ചത് പെൺകുഞ്ഞായിരുന്നു. പള്ളി പരിപാലനത്തിന് ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളെ പറ്റില്ലല്ലോ. പ്രതീക്ഷിച്ചതിന് വിപരീതമാണല്ലോ സംഭവിച്ചതെന്ന് ഹന്നത്ത് ബീവി വ്യാകുലപ്പെട്ടു. എങ്കിലും അവർ അള്ളാഹുവിന് നന്ദി പറയുകയും കുഞ്ഞിന് മറിയം എന്ന നാമകരണം ചെയ്യുകയും ചെയ്തു. മറിയം എന്നതിന് ശുശ്രൂഷിക്കുന്നവൾ, പരിപാലിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ടെന്ന് പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ പ്രതിപാദിക്കുന്നു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ്. അവൾ പ്രസവിച്ചത് എന്താണെന്ന് അള്ളാഹുവിനെ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ല. ഞാൻ അവൾക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അവളെയും അവളുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷിക്കാനായി നിന്നിൽ നിന്ന് ഞാൻ അഭയം പ്രാപിക്കുകയാണ്. ഹന്നത്ത് ബീവി തൻ്റെ മക്കളെയും അവളുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സന്ദർഭമാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. പെൺകുട്ടിയായിരുന്നിട്ട് കൂടി രക്ഷിതാവിനോട് ചെയ്ത വാഗ്ദാനം പാലിച്ച് മറിയം ബീവി ബൈത്തുൽ മുഖദ്ദസിലേക്ക് അയക്കുകയും ചെയ്തു. വിശ്വാസവും ത്യാഗവും അർപ്പണബോധവുമുള്ള ഒരു സ്ത്രീയാണ് മറിയമിൻ്റെ മാതാവിലൂടെ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. വാർദ്ധക്യകാലത്ത് അഭിലാഷം പൂർവേണ ലഭിച്ച സന്താനത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാക്കുകയാണ് ആ മഹദി ചെയ്തത്. ഭർത്താവിൻ്റെ അഭാവത്തിൽ വാർദ്ധക്യകാലത്ത് ലഭിച്ച സന്തതി തനിക്ക് തുണയായി നിൽക്കണമെന്ന് ആ മഹദി ആഗ്രഹിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വകാര്യതയും മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റി മാതാവ് മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുചെന്നു. അന്ന് അവിടെ പള്ളി പരിപാലനത്തിനായി 29 പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ മറിയം ബീവിയെ ഏറ്റെടുക്കാൻ വേണ്ടി ആവേശത്തോടെ മുന്നോട്ട് വന്നു. കുട്ടിയായതിനാലും അതിലുപരി തങ്ങളുടെ നേതാവ് ഇമ്രാൻ്റെ മകളായതിനാലുമാണ് അവർ ഒന്നടക്കം മുന്നോട്ട് വന്നത്. അവസാനം നറുക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ജോർഡാൻ നദിക്കരയുടെ അരികിലെത്തി. അവരുടെ പേനകൾ നദിയിലിടാനും അവരുടെ പേനയാണ് ഒഴുകിപ്പോകാത്തത്, അവർ കുട്ടിയെ ഏറ്റെടുക്കുക എന്നതായിരുന്നു നറുക്കെടുപ്പ്. അങ്ങനെ എല്ലാവരും പേന നദിയിലിട്ടു. എന്നാൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പേന മാത്രം ഒഴുകിപ്പോയില്ല. മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവായിരുന്നു മഹാൻ. അവരുടെ സംരക്ഷണത്തിൽ സാംസ്കാരിക സമ്പന്നയും പരിശുദ്ധവുമായ മറിയം ബീവി വളർന്നു. പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നുകരാനും അവർ ശ്രമിച്ചു. തികഞ്ഞ ഭക്തിയിലും ആരാധനയിലും വ്യാപൃതമാവാൻ വേണ്ടി
ബൈത്തുൽ മുഖദ്ദിസിലെ മുൻ ഭാഗത്ത് സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിക്ക് വേണ്ടി റൂം സജ്ജീകരിച്ചു. കുറച്ച് പടികളുമുള്ള കോണി മുഖേനയായിരുന്നു അതിൽ കയറിയിരുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാമിനല്ലാതെ മറ്റാർക്കും ആ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കുമായിരുന്നു. അപ്പോഴെല്ലാം മറിയം ബീവിയുടെ മുന്നിൽ വിഭവസമൃദ്ധമായ പലഹാരങ്ങളും പലതരത്തിലുള്ള പഴങ്ങളും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നു. മഴക്കാലത്ത് വേനൽക്കാലത്തെ പഴങ്ങളും വേനൽക്കാലത്ത് മഴക്കാലത്തെ പഴങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. ഒരിക്കൽ സക്കരിയ നബി അലൈഹി സ്വലാം മറിയം ബീവിയോട് ചോദിച്ചു, ഇതെല്ലാം നിനക്ക് എവിടുന്ന് കിട്ടി? അവർ പറഞ്ഞു, അള്ളാഹുവെങ്കിൽ നിന്ന് അവനുദ്ദേശിച്ചവർക്ക് ചോദിക്കാതെ തന്നെ നൽകും. മറിയം ബീവിയുടെ പരിചരണത്തിന് സക്കരിയ നബി അലൈഹി സ്വലാമിനെ തന്നെ നിയോഗിച്ചത് അള്ളാഹുവിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പായി ചിന്തിക്കാം. കാരണം ഒരു പ്രവാചക വര്യനിൽ നിന്നുള്ള പ്രത്യേക ശിക്ഷണത്തിലൂടെയും മറിയം ബീവിയുടെ ഹൃദയത്തെ സംസ്കരിക്കുകയും എന്നത് തന്നെയാണ്. ഏകാന്തതയായ മുറിയിൽ പ്രാർത്ഥന നിമഗ്നയായിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേക സാമീപ്യം മറിയം ബീവിക്ക് ലഭ്യമായിരുന്നു. ലോകത്തിലെ ഒരു സ്ത്രീക്കും നൽകാത്ത പല സ്ഥാനങ്ങളും അള്ളാഹു മറിയം ബീവിക്ക് നൽകി. മനുഷ്യ ചരിത്രത്തിൽ തന്നെ അന്ത്യപൂർവ്വ ദൃഷ്ടാന്തൻ മറിയം ബീവിയുടെ മനസ്സും ശരീരവും സജ്ജമാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. സ്വർഗീയ ഭക്ഷണം ലഭ്യമാക്കിയതെന്നും ആരാധനയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞിരിക്കാൻ അവസരം ലഭിച്ചുവെന്നതും ആൺകുട്ടികൾക്ക് മാത്രം ലഭിച്ചിരുന്ന പള്ളി പരിപാലനത്തിന് പെൺകുട്ടിയായിരുന്നിട്ട് കൂടി അവരെ സ്വീകരിച്ചതും ഇതിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മനസ്സിനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അള്ളാഹു പ്രത്യേകം ശുദ്ധിയാക്കി സംരക്ഷിക്കുകയും അള്ളാഹുവിന് വേണ്ടി മാത്രം ആരാധിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ആലിംറാനിലെ 43-ാം ആയത്തിൽ കുനൂത്ത് എന്നതിന് ഭക്തിയോടെയുള്ള ആരാധന എന്നാണ് തഫ്സീറുൽ കബീർ വ്യക്തമാക്കുന്നത്. മറിയം ബീവിയുടെ ജനനം തന്നെ തീർത്തും ശുദ്ധവും ഭക്തിയും നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ കാവലിലായിരുന്നു മറിയം ബീവി വളർന്നത്. ശേഷം ബൈത്തുൽ മുഖദ്ദിസ് സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ സംരക്ഷണത്തിൽ ഒരു പ്രത്യേക മുറിയിൽ നിരന്തരം ആരാധനയിലും പ്രാർത്ഥനയുമാണ് കഴിഞ്ഞുകൂട്ടിയത്. തൽഫലമായി ലോകത്തുള്ള മറ്റു സ്ത്രീകളിൽ വെച്ച് മറിയം ബീവിയെ അള്ളാഹു ഉത്കൃഷ്ടനാക്കുകയും ചെയ്തു. തൻ്റെ മഹത്തായ ദൃഷ്ടാന്തത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു മാധ്യമമായി മറിയം ബീവിയെ അള്ളാഹു സജ്ജമാക്കുന്നതാണ് ഇവിടെ. ഈ വാർത്ത ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു മറിയം ബീവിയെ അറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ പറയുന്ന മലക്കുകൾ മറിയമിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. മറിയം, നിശ്ചയമായും അള്ളാഹു നിങ്ങളെ ഉത്കൃഷ്ടമായി തിരഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. മറിയം ബീവിക്ക് അള്ളാഹു മലക്കുകൾ മുഖേന നൽകിയ ആദ്യ സന്ദേശത്തെക്കുറിച്ചാണ് ഈ നിഗാതിപന വ്യക്തമാക്കുന്നത്. രണ്ടാമതായി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വീണ്ടും അള്ളാഹു മറിയം ബീവിയിലേക്ക് സന്ദേശം അയച്ചു. ഈ സന്ദേശവുമായി മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സക്കരിയ നബി അല്ലാത്ത മറ്റൊരു പുരുഷനെ കണ്ടപ്പോൾ മറിയം ബീവി ആകെ പരിഭ്രമിച്ചു. തൻ്റെ മനോഭാവപ്പെടുത്താൻ വന്ന പുരുഷനാണെന്ന് മറിയം ബീവി കരുതി. ഏതൊരു കന്യകയായ സ്ത്രീയും ഉണ്ടാകുന്ന പരിഭ്രമമായിരുന്നു അത്. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ട മലക്കാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴാണ് മറിയം ബീവി സമാധാനമായത്. ശേഷം അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷം മറിയം ബീവിക്ക് അറിയിച്ചു. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വചനപ്രകാരം ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ നാമം മറിയമിൻ്റെ മകൻ ഈസ എന്നുമാണ് അറിയിച്ചത്. ഇഹത്തിലും പരത്തിലും പ്രമുഖനും അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രാപിച്ചതിൽപ്പെട്ടവനുമാണ് അദ്ദേഹം. ഒരു പുത്രൻ ജനിക്കുന്നുവെന്ന വാർത്ത അറിയപ്പെട്ടപ്പോഴേക്കും മറിയം ബീവി വീണ്ടും പരിഭ്രമിച്ചു. ഇതുവരെ ഒരു പുരുഷ സ്പർശനം പോലും ഏൽക്കാതെ താൻ ഗർഭിണിയാവുകയോ? ആളുകൾ എന്ത് ധരിക്കും? അള്ളാഹുവിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? തുടങ്ങിയ ചിന്തകൾ മറിയം ബീവിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. ഇക്കാരണത്താൽ തന്നെ ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു സ്ഥലത്ത് ഏകയായി കഴിയാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. കൃഷിയോ തളിരോ വെള്ളമോ ഇല്ലാത്ത ഒരു ഊഷര ഭൂമിയിലാണ് അവർ എത്തിപ്പെട്ടത്.